നമസ്കാരം. ഓം ഓം കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം 9-ാം സർഗം. 9-ാം സർഗത്തിലെ 15 ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ സീത വളരെ സ്നേഹത്തോടെയും വിനയത്തോടും കൂടി ശ്രീരാമനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങ് വളരെ കർത്തവ്യനിഷ്ഠനും സദാനിരതനുമാണെന്ന് എനിക്ക് അറിയാം. സദാചാരനിരതനാണ് അവിടുന്ന് നല്ലത് മാത്രമേ ചെയ്യുകയുള്ളൂ. സത്യവും ധർമ്മവും അവിടുത്തെ പക്കൽ എപ്പോഴും ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ദണ്ഡകമെന്ന വലിയ വനത്തിലേക്ക് പോവുകയാണല്ലോ. അപ്പോൾ എൻ്റെ മനസ്സ് വളരെ ചിന്താകുലമായിരിക്കുന്നുവെന്ന് സീത പറയുന്നു. അവിടെ എന്തെങ്കിലും ഹിംസ സംഭവിക്കുകയാണെങ്കിൽ അത് താൻ നിമിത്തമായിരിക്കുമോ എന്ന് സീത സംശയിക്കുന്നു. സീതയെ രക്ഷിക്കാൻ വേണ്ടി ശ്രീരാമന് ആരെയെങ്കിലുമൊക്കെ കൊല്ലേണ്ടി വരുമോ എന്നാണ് സീതയുടെ ഭയവും സംശയവും. ക്ഷത്രിയർക്ക് ധനുസ്സും അഗ്നിക്ക് വിറകും എത്താവുന്നിടത്തിരുന്നാൽ അത് തേജോബലത്തെ വർദ്ധിപ്പിക്കുമല്ലോ എന്നൊക്കെ സീത ശ്രീരാമനോട് ഇപ്പോൾ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഒരു കഥ പറയുന്നു, ഒരു തപസ്വിയുടെ. ശ്ലോകം 16. ആരണ്യകാണ്ഡം 9-ാം സർഗത്തിലെ 16-ാമത്തെ ശ്ലോകം. പുരാ കില മഹാബാഹോ തപസ്വീ സത്യവാങ് ശുചിഃ കസ്മിംശ്ചിദഭവത് പുണ്യേ വനേ രഥമൃഗധ്വജേ. പണ്ട് സത്യവാനും വിശുദ്ധനുമായ ഒരു തപസ്വി പക്ഷി മൃഗാദികൾ വിഹരിക്കുന്ന ഒരു പുണ്യവനത്തിൽ പാർത്തിരുന്നു. ശ്ലോകം 17. തസ്യൈവ തപസോ വിഘ്നം കർത്തുമിന്ദ്രശചീപതിഃ ഖഡ്ഗപാണിരഥാഗച്ഛാദാശ്രമം ഫടരൂപധൃക്. ശചീപതിയായ ഇന്ദ്രൻ അദ്ദേഹത്തിൻ്റെ തപസ്സിന് വിഘ്നമുണ്ടാക്കുന്നതിനായി ഒരു ഭടൻ്റെ രൂപത്തിൽ ഖഡ്ഗപാണിയായി എത്തി. ശ്ലോകം 18. തസ്മിൻസ്താശ്രമപദേ നിഹിത ഖഡ്ഗ ഉത്തമഃ സ ന്യാസവിധിനാ ദത്ത പുണ്യേ തപസി തിഷ്ഠതഃ. 18-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ ആ ആശ്രമത്തിൽ പാവനമായ തപസ്സിൽ വർദ്ധിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ പക്കൽ മൂർച്ചയേറിയതും ഉത്തമവുമായ ഒരു വാള് ന്യാസവിധിപ്രകാരം കൊടുത്തു. ശ്ലോകം 19. സതച്ഛസ്ത്രമനുപ്രാപ്യ ന്യാസരക്ഷണതൽപരഃ വനേതു വിചരത്തേവ്യ രക്ഷൻ പ്രത്യയമാത്മനഃ. ന്യാസം സംരക്ഷിക്കുന്നതിൽ തൽപരനായ മഹർഷി തൻ്റെ വിശ്വസ്തത പാലിച്ചുകൊണ്ട് കാട്ടിൽ സഞ്ചരിക്കുകയായി.
ശ്ലോകം 20. എത്ര ഗച്ഛത്തുപപാദാതും മൂലാനി ച ഫലാനി ച ന വിനായാദിതം ഖഡ്ഗം ന്യാസസംരക്ഷണതൽപരഃ. മൂലഫലങ്ങൾ ശേഖരിക്കാൻ പോകുന്നിടത്തും ന്യാസ സംരക്ഷണ വ്യഗ്രത മൂലം ഖഡ്ഗം കൊണ്ടുപോയി. ശ്ലോകം 21. നിത്യം ശസ്ത്രം പരിവഹൻ ക്രമേണ സ തപോധനഃ ചകാര രൗദ്രിം സ്വാം ബുദ്ധിം ത്യക്ത്വാ തപസി നിശ്ചയം. എപ്പോഴും ആയുധം വഹിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം ക്രമേണ തപസ്സിലുള്ള നിഷ്ഠ വെടിഞ്ഞ് ഹിംസയിൽ ബുദ്ധി വയ്ക്കാൻ തുടങ്ങി. ശ്ലോകം 22. തതസ്സ രൗദ്രാഭിരത പ്രമത്തോ അധർമ്മകർഷിതഃ തസ്യ ശസ്ത്രസ്യ സംവാസ ജഗാമ നരകം മുനിഃ. ഹിംസാഭിരതനായി അധർമ്മത്താൽ ആകൃഷ്ടനായി പ്രമത്തനായി പോയ അദ്ദേഹം ആ ശസ്ത്രത്തിൻ്റെ സംവാസം മൂലം നരകത്തിൽ എത്തിച്ചേർന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.